മോളെ സാറേ. സാറാ? അവന് പേരില്ലേ? സാറ് കടപ്പുറത്താട്ടായിരിക്കും, കാറ്റ് കൊള്ളാൻ. ഞാൻ കോളേജ് പോണച്ചാ. എന്നിട്ട് കയ്യിലൊന്നും കണ്ടില്ലല്ല മകനെ. ഇല്ല, ഇതിലുണ്ടച്ചാ. പോട്ടേമേ. ഭഗവാനെ, നിമ്മേണ്ടൻ രൂപക്ക് പുസ്തകമാണ് അവൻ എന്നെ കൊണ്ട് മേടിപ്പിച്ചത്. എന്നിട്ട് തൂക്കിപ്പിടിച്ചണ്ട് പോണത് കണ്ടാ? എടോ ഉളുന്താനെ, എഴുതി കഴിഞ്ഞില്ലേ? ഇപ്പൊ തീർത്തേക്കാം മുതലാളി. ഇനി വന്നിട്ട് മതി, അതൊക്കെ മടക്കി വെച്ചിട്ട് വാ, പുറത്താട്ടൊന്ന് പോണം. ഉളുന്താനുള്ള വിളി കേൾക്കുമ്പോ എന്റെ ഞാൻ റെഡി മുതലാളി. താനിങ്ങാട്ട് അടുത്ത് നിന്നേ. ഞാൻ എന്നാത്തിനാണ് ഇതൊക്കെ മേടിച്ചത് എനിക്ക് തന്നേക്കണത്? ഇതൊക്കെ ഇട്ടുകൊണ്ട് മുതലാളിയുടെ പിന്നാലെ നടക്കാൻ ആണല്ല. ഇതിനൊക്കെ രൂപ മുടക്കുള്ളതാണ്. തനിക്ക് തോന്നണ പോലെ ഇട്ട് നടക്കാനുള്ളതല്ല. കഴുത്തേൽ ഇത് കെട്ടണത് ഇങ്ങനെയാണാടോ. എങ്കിൽ എല്ലാം നല്ല പോലെ കെട്ടിക്കൊണ്ട് ആണുങ്ങളെ പോലെ പുറകെ വാ. ഇല്ലെങ്കിൽ കൊച്ചുവാവക്കാണ് അതിന്റെ മാനക്കേട്, അറിയായ? കെട്ടിക്കൊണ്ട് വന്നു. അന്തി ഏതാണ്? ഈ ഇരിക്കുന്നതല്ല അന്തിയാണ് മുതലാളി. വെള്ളം വിഷയം വെച്ചടിച്ച് കയറ്റിരിക്കുകയാണ്. അയ്യോ ഇല്ല മുതലാളി, പാത്രം കഴി ഒഴിച്ചപ്പോഴെങ്ങാനും. എന്നാ ചെയ്താലും കൊള്ളാം. കൊച്ചുവാവയുടെ ഷാപ്പിലെ കള്ള് മോശമാണെന്നൊരു പേരുദോഷം മാത്രം കേൾപ്പിച്ചേക്കരുത്. അതിലും ഭേദം എന്നെ അങ്ങോട്ട് കൊന്നേക്കാണ്. എന്റെ ഭഗവാനെ. മീൻ എന്നതാണ്? കണമ്പും കരിമീനുമാണ് മുതലാളി. അത് സർക്കാർ ആഫീസിൽ പോണവർക്ക് കഴിക്കാനുള്ളതല്ലേ. പാവങ്ങൾക്ക് എന്നാങ്കിലും കഴിക്കാണ്ടേ? ഈ മണങ്ങും കൊച്ചുമത്തിയൊന്നും കിട്ടുകയല്ലേ? ഇന്നൊന്നും വന്നില്ല. എരിവ് പോരല്ലാടോ. കറി കൂട്ടിയ ആന്തണം, എന്നാലേ കൂടുതൽ കള്ളു കുടിക്കുള്ളൂ. ഇനിയും കൂട്ടിയ വാവുള്ളൂയിരിക്കും. നിന്റെ അല്ലല്ല, കുടിക്കണവരുടെ അല്ലേ. കള്ളി എന്ന് കണിപ്പിച്ചോളും. നീ പറയണ പോലെ അങ്ങോട്ട് ചെയ്തേച്ചാ മതി കേട്ടാ. സാറേ, ഈ കള്ളിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടാ? ഈ കള്ളിൽ വെള്ളം ഒഴിച്ചിട്ടില്ല. ഈ കള്ളിൽ വെള്ളം ഒഴിച്ചു ആരാ പറഞ്ഞേ? അല്ല, ചോദിക്കുവാ. ഈ കള്ളിൽ വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞവന്റെ പറഞ്ഞാ മതി. പാടോ സാറേ. എന്ത് കുപ്പി ഇവിടെ വെക്കായിരുന്നു? ഞാൻ ബാഗ് എടുക്കാൻ. ഞാൻ എന്തോടെ ചെയ്യരുതെന്ന് പറയാൻ വരികയായിരിക്കും. ആവാം, ആവില്ല. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഒവ്വ, അങ്ങോട്ട് വന്നോളൂ. ഒവ്വ. പാടോ സാറേ, തമ്പുരാൻ വിളിച്ചിട്ടല്ലേ? അയ്യോ തമ്പുരാനോ, എന്നെ അങ്ങനെ വിളിക്കണ്ടാട്ടോ. ഞാൻ വെറൂര് നായരാ, ആനരാമൻ നായര്. എന്നെ അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ. എങ്കിൽ ആനനായർ. നടന്നു പാടോ സാറേ. പോന്നോളൂ, നേരെ കയറി പോന്നോളൂ. അയ്യോ, തീണ്ടാനാ ഞാനില്ലപ്പ. മുതലാളി വിലക്ക് വാങ്ങിയ കോവിലല്ലേ ഇത്? എന്നാലും പഴയ പേടിയേ. പണ്ട് ലതിലൂടെ പോകുമ്പോ ഇങ്ങാട്ടൊന്ന് നോക്കിയെങ്കിലായി. അന്നൊക്കെ ഇങ്ങാട്ടൊക്കെ നോക്കാൻ പോലും പേടിയാണേ. കൊള്ളാം, പേടിക്കാതിരിക്കാൻ ഒക്കുവോ? കാര്യം പേടിക്കാൻ കാര്യം. എന്റെ മുതലാളി, കാര്യം എന്താണെന്ന് മുതലാളി തന്നെ പറഞ്ഞാ മതി. എനിക്കറിയാൻ പാടില്ല. അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനാട് ഒപ്പും. എടോ, പണ്ടേ ഈ നാട് വാണിരുന്ന തമ്പുരാക്കന്മാരുടെ കോവിലകാണിത്, അറിയായ?
ആ അന്നൊരിക്ക എന്റെ അച്ഛനും അമ്മയും കൂടെ ഒന്നാം മരുന്നിന് പോയൊരു കഥയുണ്ട്. ആ കഥ താൻ കേട്ടിട്ടുണ്ടാടോ സാറേ? സ്റ്റൂളിങ്ങിട്ട് എടുക്കാം, ഇരുന്നണ്ട് കഥ പറയാനായിരിക്കും. അങ്ങനെ ഇപ്പൊ ഇരുത്താണ്ട. താൻ കേട്ടിട്ടുണ്ടാടോ സാറേ? ആ കഥയോ? ആ. ആ കഥ ഞാൻ കേട്ടിട്ടില്ല. ഒന്ന് മാറിയെന്നെ. തന്നെ പിന്നെ എന്നാത്തിന് കൊള്ളാടോ പരമ. തമ്പിരാൻ കേട്ടിട്ടുണ്ടാ? അയ്യോ, രാമൻ നായര്. ആ എങ്കി ആന നായര് കഥ കേട്ടിട്ടുണ്ടാ? പറയാൻ സന്മനസ്സുണ്ടേച്ചാ കേൾക്കാൻ സന്തോഷേ ഉള്ളൂ. ആഹാ, എങ്കി ഇപ്പൊ അങ്ങനെ സന്തോഷിക്കണ്ട. താനത് ഇങ്ങോട്ട് എടുത്തേടൂ. കഥ പറഞ്ഞിരിക്കാൻ ഉമ്മക്ക് എവിടാണ് നേരം? ഇങ്ങോട്ട് എടുത്തേടൂ. ഇതാണാടോ ചോദിച്ചത്? എടോ പോകല. ആ പോകല പോകല. ഓ തമ്പ്രാൻ അങ്ങോട്ട് പിടിച്ചണ്ടേ കൊണ്ടുപോയി വെല്ലമ്പ്രാട്ടിയുടെ കയ്യിൽ കൊടുത്തേര്. ഈ നാട്ടിൽ പുതുതായിട്ട് എന്നാങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് ഈ കോലാത്ത് വന്ന് പുകല വെച്ച് പറയണ ഒരു പതിവുണ്ടായിരുന്നു. ഞാനായിട്ടത് തെറ്റിക്കണില്ല. പുതുതായിട്ടിപ്പോ എന്താണാവോ തുടങ്ങാൻ പോണത്? ഞാൻ ഈ താലൂക്കടച്ചുള്ള കള്ളുച്ചാപ്പെല്ലാം കൂടെ പിടിച്ചിട്ടുണ്ടല്ല. എല്ലാ ഛാപ്പിലും ഒത്തിരി കള്ള് മിച്ചം വരും. അതെടുത്ത് ഭൂമിയിൽ ഒഴിച്ചാ പുഴുവെടുക്കും, വെള്ളത്തിൽ ഒഴിച്ച മീൻചാകും. എങ്കി വാറ്റി മനുഷ്യന് തന്നെ കൊടുത്തേക്കാം. ഠിം. അതൊരു സൽകൃത്യം തന്നെയല്ലേ രാമൻ നായരെ? ഒവ്വ. മുതലാളി ചാരായം വാറ്റണതിന് വല്യമ്പ്രാട്ടിക്ക് എന്തിനാണാവോ പുകല കൊടുക്കണത്? ഹാ, ഇവിടെ ഇട്ട് വാറ്റുമ്പോ ഇവിടെ ഉള്ളവര് കൂടി ഒന്ന് അറിഞ്ഞിരിക്കാണ്ടേ? ഇവിടെ ഇട്ടോ? ഈ കോലോത്തിട്ടോ? ഇല്ലെങ്കിൽ പിന്നെ ഈ പഴഞ്ചൻ ഭണ്ഡാരം ഞാൻ വിലക്ക് മേടിക്കുമെന്ന് താൻ കരുതണണ്ട. ആള് സാമതമില്ലാത്ത വീട്ടിലിട്ട് ചാരായം വാറ്റിയാലേ പുക വരുമ്പോ ആളന്മാരറിയും. ഇതിപ്പോ ഈ കോലാത്തൂന്നാകുമ്പോ തമ്പുരാട്ടിമാരുടെ പുകയാണെന്ന് കരുതിക്കൊള്ളും. ചാരായത്തിന്റെ പുകയാണെന്ന് അറിയേല. അപ്പൊ പറഞ്ഞ പോലെ പുകല കൊടുത്ത് വലിയ തമ്പുരാട്ടിയോട് പറഞ്ഞേക്ക്. നാട്ടു നടപ്പ് തെറ്റിക്കരുതല്ലോ. അത് ഞാൻ പറഞ്ഞത് പോരെ? എന്തോ ചോറുകൾ പലതരം: നെയ്ച്ചോറ്, പാൽച്ചോറ്, ചക്കരച്ചോറ്, വെറും ചോറ്, ഉണക്കച്ചോറ്. ഇതാണ് സാക്ഷാൽ കൊലച്ചോറ്. ആനക്കാരന്റെ ചോറ് ഇതിനേക്കാൾ എത്രയോ ഭേദ. ഇങ്ങാട്ട് വാടോ സാറേ. ഇയാളെന്ത് ചവമ്പ്? അതൊക്കെ ഓന്റെ തന്തപ്പുഴ വരുന്നുണ്ട്. ആ വാലുവനുണ്ടല്ലോ കൂടെ. നമുക്കൊരു വേല ഇറക്കാം. അയ്യോ, ആള് വെച്ചതാ. അതൊന്നും സാരമില്ല, വാ. വാ. മുതലാളി കോളേജിലേക്കായിരിക്കും. ഒവേ, അതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ പിള്ളേർ? അതല്ല മുതലാളി, കോളേജിൽ ഭയങ്കര ലഹളം നടക്കുന്നു. കോളേജിൽ പിന്നെ എന്തോ നടക്കണം? അവിടെ പഠിത്തം നടക്കുന്നേ എന്ന് വിളിച്ചു പറയുന്ന പോലെ ലഹളം നടക്കുന്ന കാര്യം പറയുന്നത് അല്ലേ മുതലാളി? സ്റ്റുഡൻസിനെ വിളിച്ച് അവമാനിക്കരുത്. അടിപിടിയുടെ കൂട്ടത്തിൽ മുതലാളിയുടെ മകനും ഉണ്ട്. എന്റെ മകനാ? മോഹനചന്ദ്രനാ? അതെ, അടിയുടെ ചന്തയാണ് അവിടെ. ഭയങ്കരം ഭയങ്കരം. എന്താ ഇതിനുള്ള കാര്യം? കാര്യം എന്തോന്ന്? രാഷ്ട്രീയം, അല്ലാതെന്താ? എങ്കിൽ നമ്മക്കൊരു പണി ചെയ്താലാടാ സാറേ? നേരെ കോളേജിൽ അങ്ങ് കയറി ചെല്ലാമെന്നോ? ഏയ്, അത് വേണ്ട, അത് വേണ്ട. അത് ബുദ്ധിയല്ല. എങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോവാം അല്ലേ? അവിടെ തന്റെ അമ്മായിയപ്പനുണ്ടായിരിക്കും. ഇവിടെ നമ്മക്ക് വഴിമാറിപ്പോകാം. അവര് നമ്മളെ കാണണ്ട. കൊള്ളാം, നല്ല തന്തയാണ്. ആ, ഈ തന്ത ഇങ്ങനൊക്കെയാണ്. മക്കവോ പോട്ടെ വാല. മക്കവോ. ഞാനിപ്പോ വല്ലതും പറഞ്ഞാടോ? ഇല്ല. പിന്നെ താൻ എന്തിനാണ് എന്ന് വെച്ചത്? എന്താണാവോ? വാടോ സാറേ. എങ്കിലും നിനക്ക് ഇത്ര ബുദ്ധിയില്ലാതെ പോയല്ലാ മോനെ. അവരൊക്കെ വലിയ വലിയ ആളുകളാണ്, തമ്പുരാക്കന്മാരാണ്. അതൊക്കെ പണ്ടായിരുന്നമ്മേ. എനിക്ക് ലത ഇഷ്ടമാണ്. ലതക്ക് എന്നെയും. അതാരാണീ ലത? ആ കോലോത്ത പെണ്ണ് ചാരുലത. എന്റെ ഭഗവതി, നീ ആ തമ്പുരാട്ടി കൊച്ചിനെ പേരെടുത്ത് വിളിക്കാനും തുടങ്ങിയാ? അമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലാവില്ല. നിങ്ങളൊക്കെ പഴയ ആളുകളാ. നിന്റെ അച്ഛൻ ഇതറിഞ്ഞാ പിന്നെ ഇവിടെ പടയണി ആയിരിക്കും. അച്ഛന് നല്ലോണം അറിയാലോ നിനക്ക്. ഈ കാര്യത്തിൽ ആരെതിർത്താലും എനിക്കൊന്നുമില്ല. നിവൃത്തിയില്ലെന്ന് വന്നാൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നീ എന്നാ ചെയ്യാൻ പോണു? അതെന്തിനായി പറയുന്നത്? മോനെ, നീ ഞങ്ങളുടെ ഒറ്റ മകനാണ്. അതുകൊണ്ടല്ലേ അമ്മയെ സമ്മതിക്കാൻ പറയുന്നത്? എന്റെ പൊന്നു മോനെ, ഇത്ര കൊച്ചിലെ നീ എങ്ങനെ ചെന്ന് ഈ കുടുക്കില് വീണെന്നാണ് ഞാൻ ഓർക്കണത്. കൊടുക്കോ? നിന്റെ അച്ഛൻ പോലും ആ കോലാത്ത മുറ്റത്ത് കാല് കുത്തണത് അതിന് വില പറയാൻ വേണ്ടിട്ട് മാത്രമാണ്. അപ്പൊ നീ എന്നതാണ് മോനെ ചെയ്തു വെച്ചേക്കണത്? അതാണമ്മേ സ്നേഹം. അയ്യോ, എനിക്കൊന്നും കേക്കണ്ടേ. എന്റെ ഭഗവതി,
എന്റെ മോന്റെ പുത്തികേട് ഒന്ന് മാറ്റി തരണേ. അമ്മ എന്തിനാ വെറുതെ? അച്ഛൻ വരണ. എന്നതാണ് അമ്മയും മോനും കൂടെ ഒരു ചെറുങ്ങാരം. അത് കൊള്ളാം. ചെറുങ്ങരിക്കണത് അമ്മയും മകനും കൂടെയാണോ? തെറ്റിയ അത് പോട്ടാ. നീ ഇന്ന് എവിടെയായിരുന്നു? ഞാനോ? ഞാൻ കോളേജിൽ പോയിരുന്ന അവനോട് ചോദിക്കണ കേട്ടാ എവിടെയായിരുന്നെന്ന്. അവിടെ ഇന്ന് വല്ല അടിപിടി അക്രമവും നടന്നാളാ? ഈ കക്ഷി രാഷ്ട്രീയം സംബന്ധിച്ചുള്ള എന്തെങ്കിലും? എങ്കിൽ താൻ ചോദിച്ചു. കണക്ക് കുറെ ബാക്കിയുണ്ട്, പോയിക്കോട്ടെ. എങ്കിൽ ചെന്ന് കൂട്ടിയരുത്. ചെല്ല്. ആരാണ്ടാ പോണത്? സുകുമാരനാണാ? ആ അതെ. നിന്റെ കയ്യിൽ എന്നതാണ്? ഇങ്ങാട്ട് വന്ന്. എന്നതാ ഉണ്ടായത്? മീൻ. ഇതെവിടെ കൊണ്ടുപോയി? ഇവിടെ കൊണ്ടുവന്നതാ. ഇവിടെ എന്നാത്തിന്? കറി വെക്കാൻ ഒന്നും കിട്ടിയില്ല. മീൻ ഉണ്ടെങ്കിൽ കൊടുത്തയക്കാൻ മുതലാളിയുടെ ഭാര്യ പറഞ്ഞിട്ട് മുതലാളിയുടെ ഷാപ്പിൽ നിന്ന് തന്നയച്ചതാ. ഇത്രയും വലിയ മീനാ? മങ്കേ, ഞാൻ പൊക്കോട്ടെ. ഇല്ലടാ, ചോദിക്കട്ടെ. ഈ മീനിന് എന്നാ വില വരും? ആ എനിക്കറിയാൻ മേല. 4 ഒരു ഉദ്ദേശം. ഒരു 45 രൂപയെങ്കിലും വരും. 45 തന്നെ കൂട്ട്. ഉമ്മക്കിത് എത്ര കഷ്ണായിട്ട് മുറിക്കാം? ഷാപ്പിൽ മുറിക്കണ കണക്കാണ് ചോദിക്കണത്. ഷാപ്പിലെ കണക്കനുസരിച്ച് ഒരു 16 കഷ്ണമെങ്കിലും കിട്ടും. 16. ഒരു കഷ്ണത്തിന് എന്നാ വില വരും? ഉദ്ദേശം മതി. കാണുമ്പല്ലേ 7 രൂപ കുറഞ്ഞത്. അപ്പ 16 മുതലാളിനെ കൂട്ട്. കണക്ക് പിടിയില്ലല്ലേ? 16 112 രൂപ വരും. നീ ഇത് കറിയാക്കണേന് എന്നാ ചെലവ് വരും? ഉപ്പ്, മുളക്, എണ്ണ, മല്ലി, കൊടംപുളി. നെല്ല് ഒന്നുകൂടെ പറ. ഉപ്പ്, മുളക്, എണ്ണ, മല്ലി, കൊടംപുളി. നെല്ല് ഒന്നുകൂടെ പറ. ഉപ്പ്, മുളക്, എണ്ണ, മല്ലി, കൊടംപുളി. ഓവേ. ഇനിയും പറയണ? ഒരു കാര്യവും ഇല്ലേ? നിന്റെ വായിന്ന് ചാണപ്പുളി വീഴുവാന്നറിയാനാണ് ഞാൻ ഈ പറച്ചിലൊക്കെ പറയിപ്പിച്ചത്. എന്റെ വായിൽ എവിടെയാണ് ചാണപ്പുളി? എടാ, നീ 3 പ്രാവശ്യം പറഞ്ഞു. 3 പ്രാവശ്യവും കൊടംപുളിയാണ് പറഞ്ഞത്, ചാണപ്പുളി പറഞ്ഞില്ല. അപ്പൊ നീ ഷാപ്പിൽ ദിവസവും കൊടംപുളി ഇട്ടാണ് പെരുമാറണതെന്ന് തെളിഞ്ഞ കൊടംപുളിക്കിപ്പോ എന്നാ വിലയാണെന്നാണ് നീ കരുതിയിരിക്കണത്? മീൻകറിയുടെ അകത്ത് ചാണപ്പുളി ഇട്ടാ പോരേടാ സൂക്കും മാരാ. കുടികാർ സമ്മതിക്കില്ല മുതലാളി. ഇപ്പോഴത്തെ കുടികാർക്ക് ഭയങ്കര വിപ്ലവം പോതാ. അവർ വഴക്കുണ്ടാക്കും. എടാ മണ്ട, വഴക്കുണ്ടാക്കണവരെ കാണിക്കാൻ വേണ്ടി 2 കഷ്ണം കൊടംപുളി എടുത്ത് കീറി കറിയുടെ അകത്ത് മുക്കി മാറ്റയുടെ കരയെ കയറ്റി വെച്ചേക്കണം. കറിയുടെ അകത്ത് ചാണപ്പുളിയാണെന്ന് പറയണവനെ അതെടുത്ത് കാണിച്ചേച്ച് തിരിച്ച് അവിടെ തന്നെ വെച്ചാ പോരെ. അങ്ങനെ തൂട്ടിച്ച് വെച്ചേക്കുകയാണെങ്കിൽ 2 ആഴ്ച അതിരിക്കും. അറിയായ? അതൊക്കെ മുതലാളി ചെയ്താൽ മതി. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. ഞാൻ ചെയ്തിട്ടുള്ള കാര്യം തന്നെ എന്നടാ പറയണത്. അതൊക്കെ പോട്ടെ. ഇതിന് കറിച്ചെലവെന്നാ വരും? അനുസാരിക്ക്. ഒരു 11, 11.5, 11.75. വേണ്ട, 12 പിടി. 45 രൂപ മീൻ, 12 രൂപ അനുസാരി. 45ഉം 12ഉം ആ കൂട്ടിക്കോ. ആ കാര്യം വിട്ടുപോയി. 45ഉം 12ഉം 57. 16 കഷ്ണത്തിന് 112 രൂപ. 112ന് 57ഉം പോഹ. എന്നെ മുതലാളി, ഞാൻ പോക്കോട്ടെ. നീ വിഷമിക്കണ്ടാടാ, ഞാൻ കുറച്ച് തരായേ. 57ഉം പോഹ 55 രൂപ. 55 രൂപ ലാഭം, 57 രൂപ ചെലവ്. മൊത്തം 112 രൂപ. ഒരു നേരത്തെ ഊണിന്റെ കറിക്ക് 112 രൂപയമ്മാങ്കേ. ഇതൊക്കെ നോക്കി ഇരുന്നാലേ കണമ്പ് കറിയും കൂട്ടി ഊണ് കഴിക്കാൻ പറ്റിയല്ല. ഞാനിപ്പോ എന്ത് ചെയ്യണം? ഇതിവിടെ കൊടുക്കണ കൊണ്ടുപോണ? നീ കൊണ്ടുപോയി ഷാപ്പിലി കൊടു. മങ്കെ അങ്ങനെ മീന് കൂട്ടാണ്ട. കൊച്ചുവാവേ, കണമ്പ് കറി കൂട്ടിയിട്ടല്ല കാശുണ്ടാക്കിയത്, കണമ്പ് കറി വിറ്റിട്ടേണ്. ചെല്ല് കൊണ്ടക്കൊടു. ഉടനെ ഇവിടെ വെള്ളം പൊങ്ങിയാടാ. നീ കറി യൂണിയൻകാരനാണല്ലോ. ഒന്നുകൂടെ പൊക്കി കുത്തിക്കോ. അല്ലെങ്കിലേ സുകുമാരാ, അത് ഉരിഞ്ഞ് തലേ കെട്ടിക്കും. തുടക്കടാ.